ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർമേഷൻ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ശബ്ദമൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കുകയാണെങ്കിൽ യാത്രയുടെ ക്ഷീണമാണെന്ന് നിങ്ങൾ കരുതിയാൽ മതി. ഇന്നലെ അഹമ്മദാബാദ് ഡൽഹിയിൽ നിന്ന് ഞാൻ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പം പാതിരാത്രി. അതിൻ്റെ ഏറ്റവും വലിയ രസം, ഞങ്ങൾ ഇവിടെ ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു. നമ്മുടെ കൊച്ചിയിലെ എംപയർ പ്ലാസ തീ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വലിയൊരു സംഭവമൊക്കെ ഫോറം മോളിൻ്റെ ഓപ്പോസിറ്റ് എനിക്കൊരു വീഡിയോ വന്നു. ആ തീ പിടിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാനും ഡാനിയും ഒക്കെ കൂടെ അവിടെ ഡിന്നർ കഴിച്ചത്. അപ്പം അവിടെ അപകടങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ലെങ്കിലും ആ തീപിടുത്തം ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ അറിഞ്ഞും അറിയാതെയുമുള്ള എത്രയോ ആപത്തുകളിൽ നിന്നാണ് കർത്താവ് നമ്മളെ ഓരോ ദിവസം രക്ഷിക്കുന്നത്. നമ്മൾ ഒരിക്കലും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ജീവൻ, കിട്ടുന്ന ആയുസ്സൊന്നും ഗ്രാൻഡഡായിട്ട് എടുക്കരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് രാവിലെയും കൂടെ എനിക്ക് കിട്ടി. ഞാൻ ബൈബിൾ സ്റ്റഡി തുടങ്ങുന്നതിന് മുമ്പ് ആ വീഡിയോ എനിക്ക് വന്നത്. ഞങ്ങളൊരു 15 മിനിറ്റ്സ് അതിന് മുമ്പായിരുന്നു ഞങ്ങൾ അതേ ഹോട്ടലിൽ ആ ടേബിളെല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുന്ന വീഡിയോ അതിനകത്ത് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് ടയർഡാണ് ഞാൻ ഇന്ന്. ഓൾമോസ്റ്റ് ക്യാൻസൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു, നമ്മളൊന്ന് തുടങ്ങി പിന്നെ നിർത്താൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഓർത്തു, നമുക്ക് ഉള്ള ബലവും ഉള്ള ആരോഗ്യമൊക്കെ വെച്ച് കർത്താവ് നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. എഫേസ്യ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതൽ 24 3 വാക്യങ്ങളെ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് 5-ാമത്തെ അധ്യായം തീർക്കാമായിരുന്നു, പക്ഷെങ്കിൽ വേണ്ട, അത് 2-3 ഭാഗമായിട്ട് എടുക്കാം. എല്ലാത്തിനും ക്ലാരിറ്റി വരണമല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നിൽക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ബിലീഫ് കഴിഞ്ഞു, ബിഹേവിയർ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. സ്നേഹത്തിൽ നടക്കണം, വെളിച്ചത്തിൽ നടക്കണം, ജ്ഞാനത്തിൽ നടക്കണം. ജ്ഞാനത്തിൽ നടന്ന അവസാനം നമ്മൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുടെ പ്രത്യേകത എന്നാ? സ്തോത്രത്തോടും പ്രാർത്ഥനയോടും സങ്കീർത്തനങ്ങളാലും നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫലം, വേറൊരു ഫലമാണ്, ആത്മാവിൻ്റെ വേറൊരു ഫലമാണ് കീഴ്വഴക്കം, സബ്മിഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇന്ന് നോക്കും. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന വാക്യമായതുകൊണ്ട് ആ ഭാഗം മാത്രം ഒരുമിച്ച് നമുക്ക് പഠിച്ച്, എന്താണ് കീഴ്വഴക്കം, എന്തല്ല ബിബ്ലിക്കൽ സബ്മിഷൻ, അതും അറിയണമല്ലോ. അല്ല, കീഴ്വഴങ്ങണം എന്നൊക്കെ പറയുന്നത് ഒന്ന്, പക്ഷെങ്കിൽ വാട്ട് ഈസ് നോട്ട് ബിബ്ലിക്കൽ സബ്മിഷനൂടെ നമ്മൾ അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എടുക്കാനും ഞാൻ തയ്യാറാണ്. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചെയ്യാൻ പോകുന്നത്. ആട്ടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഫാമിലി ഫോർ എ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞു. എനിക്ക് ഡീറ്റെയിൽസ് അന്ന് കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 560 മിഷണറി ഫാമിലീസ് ഉണ്ട്. നമ്മളായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഫാമിലിയുടെ പിന്നിൽ നിന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ഞാനിങ്ങനെ ബൈബിൾ സ്റ്റഡിയുടെ കൂട്ടത്തിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. എന്നാൽ ഓൾറെഡി പലരും പ്രതികരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വേണമെന്ന് പറഞ്ഞ് പലരും ചോദിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് 1 ഫാമിലി ക്യാൻ സപ്പോർട്ട് എ മിഷണറി ഫാമിലി. ഒരുപാടൊന്നും ആകത്തില്ല. ഒരുപക്ഷെ നമ്മൾ ഒരു ഹെഡിങ്ങിന് വേണ്ടി ചിലവഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റെൻറ്റ് പോലും ആകത്തില്ല പലർക്കും നമുക്കൊരു മിഷണറി ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരാൾക്കത് പറ്റുന്നില്ലെങ്കിൽ 1-2 ഫാമിലീസ് ഒരുമിച്ച് നിന്ന് ഒരു മിഷണറി ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് ഈ വർഷം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഒരു മിഷണറിയോ അല്ലെങ്കിൽ ഒരു മിഷണറി ഫാമിലിയോ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ സാറായ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത് ആ പ്രോഗ്രാമിന് എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ ഏത് മിഷണറി ഫാമിലിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവരെവിടെ ആയിരിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് സകലതും നിങ്ങൾക്ക് ലഭിക്കും. 6 മാസത്തിൽ അവരുടെ ഫീൽഡിൻ്റെയും അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിൽ ചിലരൊക്കെ ഓൾറെഡി അത് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ആൻഡ് നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ് വി വിൽ ബി സെൻഡിങ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് 1 വീക്ക്. അടുത്ത ആഴ്ചക്കുള്ളിൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അയക്കും. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഞാൻ ചെയ്യാത്തൊരു കാര്യം വേറൊരാളോട് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടത്തില്ല. ഞാനും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വി ആർ ഓൾസോ സപ്പോർട്ടിങ് ഫാമിലീസ്. കാരണം ഞാനൊരു ടെൻറ്റ് മേക്കർ ആണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും, ഇഫ് എനിബഡി ഈസ് മോട്ടിവേറ്റഡ് ടു ഡു ദിസ്, ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ചിലപ്പോൾ ഒരു മിഷണറി ഫാമിലിയെ മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ 2-3 ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ച് യു ക്യാൻ സപ്പോർട്ട് മേ ബി 2 or 3 ഫാമിലീസ് ടുഗെദർ ക്യാൻ സപ്പോർട്ട് 1 മിഷണറി ഫാമിലി. നമ്മൾ അയക്കാതെ അവരെങ്ങനെ പോകും?
അവർ പോയില്ലെങ്കിൽ ആളുകൾ എങ്ങനെ സുവിശേഷം കേൾക്കും? അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമാണ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ് മിഷൻ വർക്ക്, ഇവാഞ്ചലിസ് ആക്റ്റീവ് മിഷൻ വർക്ക്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പല ഫാമിലീസും ഒരുപാട് വില കൊടുത്താണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ആഹ്വാനം മാത്രം നിങ്ങൾക്ക് ഞാൻ തരികയാണ്. നോ കമ്പൾഷൻ, ബട്ട് ജസ്റ്റ് ഒരു ആഹ്വാനം. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഈ കീഴ്വഴക്കം, സബ്മിഷനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. പ്രയാസമുള്ള വിഷയമാണ്, എങ്കിലും വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് കൊണ്ടും നമ്മൾ എഫേസ്യ ലേഖനം വാക്യമായി പഠിക്കുന്നത് കൊണ്ടും ഒരു ഭാഗം പോലും വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സകല ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാൻ ആഗ്രഹിക്കുന്നു. 21 വാക്യം, എഫേഷ്യൻസ് 5:21, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. ഓക്കെ, ആദ്യം വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സബ്ജക്റ്റ് ഓഫ് സബ്മിഷൻ. കീഴ്വഴക്കം എന്നുള്ളത് എല്ലാവർക്കും, അതായത് ഒരു പ്രത്യേകിച്ച് സ്ത്രീകളോ പുരുഷനോ ഇന്നയാളോ എന്ന് പറയുന്നൊരു കാറ്റഗറിയിലല്ല, ബട്ട് ഫോർ എവ്രി വൺ. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യം, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഇൻ ഫിയർ ഓഫ് ക്രൈസ്റ്റ് സബ്മിറ്റ് ടു വൺ അനദർ. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു വിശ്വാസി തൻ്റെ എല്ലാ ബന്ധങ്ങളിലും, ഇൻ ഓൾ ദെയർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, സബ്മിഷൻ ഇസ് റിക്വയർഡ്. കീഴ്പ്പെടുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരെക്കുറിച്ചും ഈ അന്യോന്യം. ഇപ്പം മുമ്പേ നമ്മൾ കേട്ടത് എന്താണ്? നിങ്ങൾ സ്തോത്രത്തോടെ പാട്ട് പാടണം. പാട്ട് പാടുന്ന ആർക്ക്? നമ്മളാണ് പാടുന്നത്. പിന്നെ പറയുന്നത് കർത്താവിനോട് നിങ്ങൾ യു ഹാവ് ടു ഗിവ് താങ്ക്സ് ടു ഗോഡ്. അവിടെ ദൈവത്തോടുള്ള ബന്ധം. ഇവിടെ നമ്മൾ കാണുന്നത് അന്യോന്യമുള്ള ബന്ധം. അപ്പോൾ സബ്മിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇന്ന് ലോകം പഠിപ്പിക്കുന്നതിന് ചിലപ്പോൾ വിപരീതമായിട്ടൊക്കെ തോന്നും. എല്ലാ കാര്യത്തിലും ഈ ലോകത്തിൽ ദൈവം ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഗോഡ് ഹാസ് പുട്ട് എ ചെയിൻ ഓഫ് അതോറിറ്റി. എല്ലാ കാര്യത്തിലും, അത് സഭയാകട്ടെ, സമൂഹമാകട്ടെ, ഗവൺമെൻറ് ആകട്ടെ, ഇതിലെല്ലാം ദൈവം ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്, അതോറിറ്റിയുടെ ഓർഡർ. ഈ ഓർഡറിനെ എപ്പോഴൊക്കെ നമ്മൾ തെറ്റിക്കുന്നോ അവിടെ സിസ്റ്റം തകരും. ഏത് മേഖലയിൽ, സഭയിൽ എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ എഴുന്നേറ്റ് ആ ഓർഡറിനെ ഞാൻ തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ സഭ അവിടെ തകരും. സമൂഹത്തിൽ ഞാൻ എന്തിനാ ഈ പുള്ളിയെ അനുസരിക്കുന്നത്, എനിക്ക് എൻ്റെ റൂള് പോരെ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയാൽ സമൂഹം തകരും. എന്ന് പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൽ ദൈവം ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. ആ ഓർഡർ നമ്മൾ തിരിച്ചു വെച്ചാൽ കുടുംബം ആ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വളരത്തില്ല. സമൂഹത്തിൻ്റെ എല്ലാം ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് കുടുംബമാണ്. ദ ഫാമിലി ഈസ് എല്ലാം അവസാനം വന്ന് നിൽക്കുന്നത് ഈ കുടുംബം എന്ന് പറയുന്ന ചെറിയ ബിൽഡിംഗ് ബ്ലോക്കിലാണ്. എന്നാൽ ഈ ബിൽഡിംഗ് ബ്ലോക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നടത്തണം എന്നുള്ളതാണ് എഫേസ്യ ലേഖനം. അവസാനം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു, വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയുന്നു, നമ്മുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്നു. പിന്നെ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്, കുടുംബത്തിൽ ഇതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ തെറ്റിക്കരുത്. ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറയുന്നത് ഒന്ന്, ക്രിസ്തുവിൻ്റെ കീഴെ ഭർത്താവ്, ഭർത്താവിൻ്റെ കീഴെ ഭാര്യ, ഭാര്യയുടെ കീഴിൽ മക്കൾ എന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവ്, ഭാര്യ, മക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് ബിബ്ലിക്കൽ ഓർഡർ. ഇറ്റ് ഇസ് ദി ഓർഡർ. ഒരാളുടെ മുകളിലാണെന്നോ ഒരാൾ മറ്റേ ആളിനെക്കാട്ടും മെച്ചപ്പെട്ടതാണെന്നോ ഇതൊന്നുമല്ല. ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് ഓർഡർ. ഈ ഓർഡർ എവിടെയെങ്കിലും തെറ്റിച്ചാൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് അപ്പൻ അവിടെ ഇരി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തെറ്റി, ഓർഡർ തെറ്റി. പറഞ്ഞു മനസ്സിലായോ? എപ്പോഴൊക്കെ ഓർഡർ തെറ്റിയാലും ആ സംരംഭം അവിടെ തകരും. അപ്പോൾ ഗോഡ് ഹാസ് ഡിവൈൻ അതോറിറ്റി. അത് ദൈവം എല്ലാ കാര്യത്തിലും, കുടുംബത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ഇറ്റ്സ് ദെയർ ഇൻ എവറി സിസ്റ്റം. നമ്മുടെ ആനിമൽ കിങ്ഡത്തിലും എല്ലായിടത്തും ഈ സിസ്റ്റം ഉണ്ട്. സിസ്റ്റം തെറ്റിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ അത് തകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ സബ്മിഷനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഇവിടെ ആദ്യം നമ്മുടെ മോഡൽ ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. ക്രിസ്തുവാണ് നമ്മുടെ മോഡൽ. കർത്താവിന്, അത് ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, പിതാവിനോട് ഒരിക്കലും ഇക്വാളിറ്റി മുറുകെ പിടിക്കാതെ, പിതാവിനോട് ഈക്വൽ അല്ലേ? ആണ്. ക്രിസ്തു ദൈവമല്ലയോ? തീർച്ചയായിട്ടും ആണ്. പക്ഷെങ്കിൽ ആ ഇക്വാളിറ്റി ഉണ്ടായിട്ടും താൻ പിതാവിന് കീഴ്പ്പെട്ട് നിന്നു. നമുക്കൊരു ഉദാഹരണം, നല്ല ഉദാഹരണം ക്രിസ്തു തന്നെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവറി സ്പിരിറ്റ് ഫിൽഡ് ഒബീഡിയൻറ്റ് ക്രിസ്ത്യൻ ഈസ് എ സബ്മിറ്റിംഗ് ക്രിസ്ത്യൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആത്മനിറവുള്ള, അനുസരണമുള്ള ഏത് വിശ്വാസിയും കീഴ്വഴക്കമുള്ള അല്ലെങ്കിൽ കീഴ്പ്പെടുന്ന ഒരു വിശ്വാസിയാണ്.
ഉം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അനേകർക്ക് പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് കീഴ്വഴക്കം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ദേ ഡോണ്ട് നോ. ഇപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചറിന് കീഴ്പ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. ദേ ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഇസ്. അതെന്തോ ആ സിസ്റ്റം എന്തോ എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ഒരു മുതിർന്ന ആൾ വീട്ടിലേക്ക് കയറി വന്നാൽ അവർക്ക് കീഴ്പ്പെട്ട് നിൽക്കുക എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ആർക്കും എന്തുമാകാം എന്നൊരു ചിന്ത, കീഴ്വഴക്കം എന്താണെന്ന് അറിഞ്ഞുകൂടാ. സമൂഹത്തിൽ വന്ന് എവിടെ ചെന്നാലും ഈ കീഴ്വഴക്കം വലിയൊരു ഇഷ്യൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് സബ്മിഷൻ ഇസ്. ദൈവത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഇന്റർപേഴ്സണൽ. ഓക്കെ, ഇന്ന് നമ്മുടെ വിഷയം, നമ്മൾ പല കാര്യങ്ങളുണ്ട് ഈ എഫേസ്യ ലേഖനത്തിനകത്ത്. ആദ്യം ഭാര്യയും ഭർത്താവും, അതായത് ഭാര്യയെക്കുറിച്ച് പറയുന്നുണ്ട്, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ യജമാനന്മാരും അടിമകളും. അത് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മളും നമുക്ക് മുകളിലുള്ള ബോസുമാരും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, പിന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ യജമാനന്മാരും ദാസന്മാരും തമ്മിലുള്ള ബന്ധം. ഈ 4 സ്ഥലങ്ങളിലും കീഴ്വഴക്കം ആവശ്യമാണ്. ഈ 4 പേർക്കും കീഴ്വഴക്കം ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഭാര്യയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ പ്രയോറിറ്റി എഫേസ്യ ലേഖനത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് എന്നുള്ളതാണ്. ഒരുപാട് പ്രയാസം ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വാക്യമാണ്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈയിടെ ഒരു യൂത്ത് മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിൽ സെഷനിൽ ഒരു കൊച്ച് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് പൗലോസിനെ ഇഷ്ടമല്ല, ക്രിസ്തുവിനെ ഇഷ്ടമാണ്. എനിക്ക് പൗലോസിനെ ഇഷ്ടമല്ല. അതെന്നാ? ഇല്ല, പുള്ളി എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാർ കീഴടങ്ങി ജീവിക്കണം, എനിക്കിത് ഒരിക്കലും ഒത്തു വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. ഞാൻ പറഞ്ഞു, എന്താ ഉദ്ദേശം, അല്ല എന്താണ് മനസ്സിലായത് അത്? അപ്പോൾ ആ കുട്ടി പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം ലോകം കീഴ്വഴക്കം കാണുന്ന ലെൻസിൽ കൂടാണ്. ഹൗ ദ വേൾഡ് സീസ് സബ്മിഷൻ. ഈ സബ്മിഷൻ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് വേർഡായിട്ട് കാണുന്ന ഒരാളുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകം, യു ഹാവ് ടു സബ്മിറ്റ് ടു മീ, സബ്ജുഗേഷൻ, ഇതെല്ലാം ലോകം കാണുന്ന ടോണാണ്. പക്ഷെ ബിബ്ലിക്കൽ സബ്മിഷൻ എന്താണ്? വാട്ട് ഈസ് ബിബ്ലിക്കൽ സബ്മിഷൻ? ഈ പറയുന്നതൊന്നുമല്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്നാൽ അതിന് മുമ്പ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ വാക്യത്തെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ സഭയിൽ വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തുമായിട്ട് നമ്മളങ്ങ് ഒരുപാട് ഒത്തുചേർന്ന് പോയതുകൊണ്ട് പലപ്പോഴും ദൈവം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഹുയ്യോ ഇതെന്തോ ഒരു പറച്ചിലാന്ന് പോലും നമ്മൾ ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നിരിക്കുക. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, മെനി ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡ്സ് ലുക്ക് ഔട്ട്ഡേറ്റഡ്. ഇത് നമ്മുടെ കാലഘട്ടത്തിലുള്ള കാര്യമല്ല, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് എഴുതിയതുകൊണ്ട് പൗലോസിന് തോന്നുന്നത് പോലെ എഴുതിയതാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകത്തിൻ്റെ സിസ്റ്റമായിട്ട് ഒരുപാട് ചേർന്ന് പോയി കഴിഞ്ഞാൽ ബൈബിളിൽ വായിക്കുന്ന എല്ലാം ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ ഇൻട്രിൻസിക് വർക്ക്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വിലയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നമുക്ക് തന്നിരിക്കുന്ന ആത്മീയമായിട്ടുള്ള പ്രിവിലേജസിൽ, അനുഗ്രഹങ്ങളിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒരു ദൈവത്തിൻ്റെ പൈതൽ എന്നുള്ള നിലയിൽ ആണും പെണ്ണും ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ പൗലോസ് തന്നെ പറഞ്ഞത്, യഹൂദനെന്നില്ല, യവനെന്നില്ല, സ്ത്രീയെന്നില്ല, പുരുഷനെന്നില്ല. അപ്പോൾ ഈ വ്യത്യാസമില്ല എന്നുള്ളത് ഈ പൗലോസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്ര. അപ്പൊ കർത്താവ് നോക്കുമ്പോൾ ആണ് പെണ്ണ് ഭാര്യ ഭർത്താവിൽ 2 ലെവൽസ് ഇല്ല, 2 തട്ടില്ല, ഒരു വ്യത്യാസമില്ല, 1:1. ഓക്കെ, ആദ്യം അത് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഒരുമിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒരേ പേജിലാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഭാര്യമാരെ, ആദ്യത്തെ വാക്ക്, ദിസ് ഈസ് ഫോർ എവ്രി വൈഫ്. ഭാര്യയായി ജീവിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ അവരുടെ അച്ചീവ്മെൻറ്റ് ലെവൽസോ അവർക്ക് എത്ര വയസ്സുണ്ടെന്നോ ഇതൊന്നും വിഷയമല്ല. എല്ലാ കാലത്തെയും എക്കാലത്തെയും ഭാര്യമാർക്ക് പൗലോസ് എഴുതിയതാണ്. ദിസ് ഇസ് ഫോർ ഓൾ ജനറേഷൻസ് ആൻഡ് ഫോർ ഓൾ ഇറാസ്. ഓക്കെ, അതാദ്യം മനസ്സിലായി. ഇത് പണ്ടത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ല. കർത്താവ് കുടുംബം എന്ന് സ്ഥാപിച്ചോ അന്ന് മുതൽ എല്ലാ ഭാര്യമാർക്കും ഉതകുന്നതാണ് ഈ വാക്യം. ഓക്കെ, അതൊന്നാമത് നമ്മൾ മനസ്സിലാക്കുക. 2, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി.
കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒറ്റയാളോടാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്വന്തം ഭർത്താവ്. എല്ലാ ആമ്പിള്ളാർക്കും അല്ല, ഓൺ ഹസ്ബൻഡ്. ഓൺ ഹസ്ബൻഡ്. ഈ ഓൺ ഹസ്ബൻഡിനകത്ത് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് എ മ്യൂച്വൽ പൊസസീവ്നെസ്. ഈ നമ്മൾ ഇപ്പോഴത്തെ ഈ മാരേജ് കൗൺസിലിങ്ങിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഭാര്യയും ഭർത്താവായി കഴിഞ്ഞാൽ പൊസസീവ് ആകരുതെന്ന്. അതെന്തൊരു കൗൺസിലിംഗ് ആണെന്ന് ഞാൻ ചിലപ്പോൾ പിന്നെന്തോ പിന്നെ ആകേണ്ടത്? എടാ, എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാനല്ലേ പൊസസീവ് ആകേണ്ടത്? അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ച്, പിന്നെ വേറെ വല്ലവരുടെ ഭർത്താവിനെ കുറിച്ച് പൊസസീവ് ആണ്? പൊസസീവ് ആകരുത്. സംശയരോഗം പാടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പാടില്ല എന്നുള്ളത് വേറെ കാര്യം. ബട്ട് പൊസസീവ്, ഭാര്യയും ഭർത്താവും ദേ വിൽ ബിക്കം ഒരു ദേഹിയായി, ഒരു ഫ്ലഷാണ് അവർ പൊസസീവ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. ഇറ്റ് ഈസ് എ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പൊസസീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കോണ്ടെക്സ്റ്റിലെ കീഴ്വഴക്കം മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായോ? ദേ ബിലോങ് ടു ഈച്ച് അതർ ഇൻ ആബ്സല്യൂട്ട് ഈക്വാളിറ്റി. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എത്ര മാത്രം സ്വന്തമായിരിക്കുന്നു, അത്രമാത്രം എൻ്റെ ഭാര്യ എനിക്ക് സ്വന്തം ആയിരിക്കുന്നു. അതുകൊണ്ട് ദ ഹസ്ബൻഡ് ഡസ് നോട്ട് പൊസസ് ദ വൈഫ് മോർ ദാൻ ദ വൈഫ് പൊസസസ് ദ ഹസ്ബൻഡ്. ഇത് തമ്മിൽ ഞാൻ കൂടുതൽ പൊസസ് ചെയ്യുന്നു അങ്ങനല്ല. ഇറ്റ് ഈസ് എ മ്യൂച്വലി പൊസസീവ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ദർ ഇസ് നോ സുപ്പീരിയോറിറ്റി, ദർ ഇസ് നോ ഇൻഫീരിയോറിറ്റി. ഇവിടെ ഒരു സുപ്പീരിയോറിറ്റിയോ ഒരു മേൽക്കോയ്മയോ ഒന്നും ഇവിടെ ഇല്ല. ദർ ഇസ് നോ ഇൻഫീരിയോറിറ്റി ഈതർ. ഓൺ ഹസ്ബൻഡ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, അവർ ഓൺ ഹസ്ബൻഡ് എന്നുള്ളതാണ് അതിനകത്ത് അർത്ഥം. ഇനിയും നമ്മുടെ വാക്ക് സബ്മിറ്റ്, കീഴടങ്ങുവീൻ. ഇവിടാണ് നമുക്ക് പ്രശ്നം. പലരും ബൈബിള് ആ ഭാഗം എഫേസ്യ ലേഖനം വായിക്കാൻ നേരവേ കല്യാണങ്ങൾക്ക് നമ്മുടെ പാശ്ചാത്യ ലോകത്തിൽ പലരും ചെന്ന് പറയും, ആ വാക്യം വായിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഞങ്ങളുടെ കല്യാണത്തിന്, കാരണം ആ വാക്യം വേണ്ട എന്ന് പല സ്ത്രീകളും അവർ വന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഡയാന രാജ്ഞി മുതൽ താഴോട്ട് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ വാക്യം നമുക്ക് വേണ്ട, ഞാനത് സമ്മതിക്കത്തില്ല. ഓക്കെ, ഇനി ഇതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഞാൻ തരും. കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ നമുക്ക് മനസ്സിലാകത്തില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ഈ പാപം വന്നു കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ ദ ഫോൾ, ദൈവം ജനത്തെ ഈ ലോകത്തെ ശപിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അവ്വായോട്. യോർ ഡിസയർ വിൽ ബി ഫോർ യുവർ ഹസ്ബൻഡ് ആൻഡ് ഹീ ഷാൽ റൂൾ ഓവർ യു. യോർ ഡിസയർ ഷാൽ ബി ഫോർ യുവർ ഹസ്ബൻഡ്. കേട്ടോ, ഇത് എന്താണ് പറയുന്നത്? ദൈവം ഹവ്വായോട് പറയുന്നൊരു കാര്യം. അപ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുന്നത്? യുവർ ഡിസയർ ഇസ് ഫോർ യുവർ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം എന്നാ? ഈ ഭാര്യ ഭർത്താവിനോടൊരു വലിയ ആഗ്രഹം കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കും എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? അതല്ലേ നമ്മൾ സാധാരണ പറയുന്നത്. എന്നാൽ അതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം കേട്ടോ. 16, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ആഗ്രഹം മുഴുവൻ ഭർത്താവാണെന്ന്. അതല്ല ഈ വാക്യത്തിന്റെ അർത്ഥം കേട്ടോ. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? ഈ വാക്യം, അതായത് ദ ഡിസയർ വിൽ ബി ഫോർ യുവർ, ആ ഡിസയർ എന്നുള്ള വാക്കിന്റെ എബ്രായ പദം ഷൂക്ക എന്ന് പറയും. എന്താണ് ഈ ഷൂക്ക എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? അതൊരു അറബിക് റൂട്ടുള്ള പദമാണ്. അതിന്റെ അർത്ഥം, ഇറ്റ് മീൻസ് ടു കമ്പൽ, ടു ഏർജ് ഓർ ടു സീക്ക് കൺട്രോൾ ഓവർ. പാപത്തിന്റെ ഒരു ഫലമാണ് ഷൂക്ക. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കമ്പൽ ചെയ്യാനും നിർബന്ധിക്കാനും അവരുടെ മേൽ സ്വാധീനം ചെലുത്തുവാനുള്ള ഒരു ആഗ്രഹം. അത് നമ്മൾ ഈ വീണുപോയ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു പരിണത ഫലം. പറഞ്ഞത് മനസ്സിലായോ? അതായത് ആദാമിനോട് പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇനിയും വിയർപ്പ് കൊണ്ട് നിറയാൻ പോവാ. കാരണം എന്നാ? ഈ പാപം വന്നതുകൊണ്ട് നീ ഇനിയും കഠിന പ്രയത്നം കൊണ്ട് നിനക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹവ്വായ്ക്ക് കൊടുത്തൊരു കാര്യമാണ്, നിനക്കെന്നും ഒരു ആഗ്രഹം കാണും, എന്തോ? ഭർത്താവിൻ്റെ മുകളിൽ ഭർത്താവിനെ വാഴാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ എപ്പോഴൊക്കെ വീഴ്ച, അതായത് പാപം ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹവ്വയുടെ ഏക ആഗ്രഹം എന്താണ്? ആദാമിന് ദൈവം കൊടുത്ത പദവിയിൽ നിന്ന് ആദാമിനെ മാറ്റി അവിടെ ഇരിക്കാനുള്ളൊരു പ്രവണത. അത് പല ഭാര്യമാർക്കും ഉണ്ട്,
പല ഭാര്യമാർക്കും ഉണ്ട്. വീഴ്ചയുടെ ഒരു ഔട്ട്കമായിട്ട് അതിനെ കാണണം. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട പ്രിയമുള്ളവരെ, പാപം ഈ ലോകത്തിൽ നിറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പല ഹൈറാർക്കിയും ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന പല ഓർഡറിനെയും എങ്ങനെയെങ്കിലും ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള പ്രവണതയുണ്ട്. അതുകൊണ്ടാണ് വിമൻസ് ലിബറേഷൻ, അല്ലെങ്കിൽ മറുവശത്ത് മെയിൽ ഷോവനിസം. അല്ലേ? നമ്മൾ എന്തിനാ എപ്പോഴും ഈ വിമൻസ് ലിബറേഷൻ മാത്രം അല്ല, അതിന്റെ മറുവശത്ത് വന്നിരിക്കുന്ന ഡിസ്റ്റോർഷനാണ് മെയിൽ ഷോവനിസം. ഈയിടെ എല്ലാവരും പറഞ്ഞു സ്ത്രീ പീഡനം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒത്തിരി ഉണ്ടല്ലോ, വിമൻസ് റൈറ്റ്സും ആക്ടിവിസവും കാര്യങ്ങളും ഗ്രൂപ്പ്സും ഒക്കെ ഉള്ളപ്പം ഭർത്താക്കന്മാർ പീഡനത്തിൽ കൂടെ പോകുമ്പോൾ അവർക്ക് ഗ്രൂപ്പൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കുറെ പേര് പുരുഷന്മാരുടെ പുതിയ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് വശത്തും ഇങ്ങനെയുള്ള ഡിസ്റ്റോർഷൻ വരാനുള്ള കാരണം ഈ പാപം ലോകത്തിൽ വന്നു കയറിയതുകൊണ്ട്. സോ ദർ ഇസ് ഡിസ്റ്റോർഷൻ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് എപ്പോഴൊക്കെ പാപം കടന്നു വന്നിട്ടുണ്ടെങ്കിലും, എന്ന് പറഞ്ഞതുപോലെ ദൈവം കൊടുത്തിരിക്കുന്ന ആ ലീഡർഷിപ്പ് റോളിൽ നിന്ന് ഭാര്യയ്ക്ക് എന്നൊരു പ്രവണത കാണും ഭർത്താവിനെ അതിൽ നിന്ന് ഒന്ന് മാറ്റുക. അതുകൊണ്ട് ഹ്യൂമൻ ഡിസ്റ്റിങ്ഷൻ, എല്ലാത്തിനും ദൈവം ഡിസ്റ്റിങ്ഷൻ വരുത്തിയിട്ടുണ്ട്. ആണ്, പെണ്ണ്, മാതാവ്, പിതാവ്, എല്ലാത്തിനും ദൈവം ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഈ പാപത്തിന്റെ ടെൻഡൻസി ഉണ്ട് ഈ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാറ്റാൻ. അതുകൊണ്ടാണ് ഇന്ന് പാശ്ചാത്യ ലോകങ്ങളിൽ എന്തിനാ മെയിൽ ആൻഡ് വിമൻ, വി ഡോണ്ട് നീഡ് ബാത്റൂം സെപ്പറേറ്റ്ലി, നമുക്ക് ജനറൽ ന്യൂട്രൽ ബാത്റൂംസ് മതി. എന്തുകൊണ്ടാ? ആ ഡിസ്റ്റിങ്ഷൻ എവിടെ ഉണ്ടോ ആ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാറ്റാനാണ് പിശാചിന്റെ ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ. ഇത് ശത്രുവിന്റെ വലിയൊരു ഗെയിം പ്ലാൻ ആണ്. എവിടെ ദൈവം ഡിസ്റ്റിങ്ഷൻ വെച്ചിട്ടുണ്ടോ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാറ്റുക. ദർ ഇസ് എ പേരന്റ്, ദർ ഇസ് എ ചൈൽഡ്, അവിടെ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാറ്റരുത്. ദർ ഇസ് എ മെയിൽ, ദർ ഇസ് എ ഫീമെയിൽ, ആ ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാറ്റരുത്. ദർ ഇസ് എ ഹസ്ബൻഡ്, ദർ ഇസ് എ വൈഫ്, ഡിസ്റ്റിങ്ഷൻ എടുത്ത് മാറ്റരുത്. അപ്പൊ ആ ഡിസ്റ്റിങ്ഷൻ മാറ്റിയാൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകും. അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കുക. വേറെവർ ദർ ഇസ് ഡിസ്റ്റിങ്ഷൻ വിച്ച് ഇസ് റിമൂവ്ഡ്, ദർ വിൽ ബി ഡിസ്റ്റോർഷൻ. ആ ലൈൻസ് ബ്ലർ ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. പാപത്തിന്റെ സ്വഭാവമാണ് ആ ലൈൻസിനെ ഇത് ചെയ്യുന്നത്. എനിക്ക് എന്താ കുറവ്, ഞാൻ എന്ത് കുറച്ചിലാണ്, അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് റൂൾ. ഓക്കെ, ഇനിയും കീഴ്പ്പെടുവീൻ എന്ന് പറയുമ്പോൾ കീഴ്വഴക്കം എന്തല്ല എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ചില ഭർത്താക്കന്മാർ നീ എനിക്ക് കീഴ്പ്പെടണം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പറയുന്നതെല്ലാം ചെയ്യാന്നുള്ളതാണോ? അല്ലാതെ എൻ്റെ താളത്തിനുള്ള തുള്ളുക എന്നുള്ളതാണ് അല്ല. എന്താണ് വാട്ട് സബ്മിഷൻ ഇസ്? കീഴ്വഴക്കം എന്തല്ല എന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. വാട്ട് സബ്മിഷൻ ഈസ് നോട്ട്. ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഇൻഫീരിയോറിറ്റി. ഒരു ഭാര്യ ഒരു ഭർത്താവിന് യാതൊരു വിധത്തിൽ സെക്കൻഡ് ഗ്രേഡ് അല്ല. സബ്മിഷൻ ഡസ് നോട്ട് മീൻ ദാറ്റ് യു ആർ സെക്കൻഡ് ഗ്രേഡ്. എനിക്കെന്തോ കുറച്ചിലുണ്ട്, അല്ല. It is not. The wife is no less valuable or inferior to her husband. ഒന്നാമത്തെ പോയിന്റ്, what submission is not. It is not about inferiority. പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ തന്നെ പല സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലെ ഭർത്താവിന്റെ മേൽക്കൊയ്മ അതല്ല അതിന്റെ അർത്ഥം. That is not what submission is not. Okay? രണ്ട്, what submission is not, it is not blind ഒബീഡിയൻസ്. കണ്ണടച്ച് അനുസരിക്കുക എന്നുള്ളതും സബ്മിഷൻ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സബ്മിഷൻ എന്നുള്ളത് എന്തെങ്കിലും കാരണവശാൽ കണ്ണടച്ച് ഞാൻ അങ്ങ് അനുസരിക്കാം എന്നുള്ളതല്ല. ഒരു കുഞ്ഞ് അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കേണ്ട ക്രമമല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? വാട്ട് സബ്മിഷൻ ഇസ് നോട്ട്. എ വൈഫ് ഇസ് നോട്ട് റിക്വയർഡ് ടു ഒബേ ഹർ ഹസ്ബൻഡ് അൺകണ്ടീഷണലി ഓർ വിത്തൗട്ട് ഡിസേൺമെന്റ്. എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളതല്ല കീഴ്വഴക്കം. പലരും അത് തെറ്റിദ്ധരിക്കും, പലരും അത് മിസ്യൂസ് ചെയ്യും. അതല്ല ഇതിന്റെ അർത്ഥം. ദാറ്റ് ഇസ് നോട്ട് വാട്ട് സബ്മിഷൻ ഈസ്. മൂന്ന്, വാട്ട് സബ്മിഷൻ ഇസ് നോട്ട്, ഇറ്റ് ഇസ് നോട്ട് പാസിവിറ്റി. നിസ്സംഗത. എന്താന്ന് വെച്ചാ ഭർത്താവ് അങ്ങ് ചെയ്തോട്ടെ, അച്ചായൻ തീരുമാനിച്ച പോലൊക്കെ അങ്ങ് പറ, ഞാൻ ഇതിനകത്തൊന്നുമില്ല, അച്ചായൻ എന്തായാലും ചെയ്യേണ്ട പോലെ ചെയ്യാം. അതല്ല സബ്മിഷൻ. അതായത് പാസീവായിട്ട് അവിടെ ഒരു മൂലയിൽ അങ്ങ് ഭാര്യ ഇരിക്കുക അല്ല. വൈഫ് ഈസ് എൻകറേജ്ഡ് ടു കോൺട്രിബ്യൂട്ട് ഈക്വലി ടു ദ ഫാമിലീസ് ഡിസിഷൻ മേക്കിംഗ്. വൈഫ് ഇസ് റിക്വയർഡ് ഏതൊക്കെ വിധത്തിൽ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാവോ, ഏതൊക്കെ വിധത്തിൽ ഐഡിയാസ് പറയണോ, ഏതൊക്കെ വിധത്തിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഡിസ്കഷൻ ഉണ്ടാകണോ, അതിനകത്തെല്ലാം ഈക്വലി ഭാര്യയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. പാസീവ് നിസ്സംഗതയായിട്ട് ഒരു സൈഡിൽ ഇരിക്കുകയല്ല, ഞാൻ അങ്ങ് തീരുമാനിച്ചോളാം നീ അവിടെ ഇരിക്കുക എന്ന് പറയുന്നതല്ല സബ്മിഷൻ. ഓക്കെ. 4,
സബ്മിഷൻ എന്ന് പറയുന്നത്, കീഴ്വഴക്കം എന്ന് പറയുന്നത് ഏത് തെറ്റും അങ്ങ് അംഗീകരിക്കുക എന്നുള്ളതല്ല കീഴ്വഴക്കം. മനസ്സിലായോ? ഭർത്താവിൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് കീഴ്പ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ, ദൈവഹിതത്തിന് നിരക്കാത്തൊരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കേണ്ട ആവശ്യം ഭാര്യയ്ക്കില്ല. അത് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് അൺകണ്ടീഷണലി അക്സെപ്റ്റിംഗ് വാട്ട് ഈസ് റോങ്. അതും ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും എന്നാൽ പിന്നെ ഭർത്താവിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഭർത്താവ് ആഗ്രഹിക്കുന്നതും ഭർത്താവ് ദൈവഹിതത്തിന് നിരക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതനുസരിക്കേണ്ട ബാധ്യത അതല്ല കീഴ്വഴക്കം. ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ സബ്മിഷൻ. അതും നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. 5, ഇറ്റ് ഈസ് നോട്ട് ബീങ് കൺട്രോൾ. ഭയങ്കര കൺട്രോളിങ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത്, അതല്ല കീഴ്വഴക്കം. ഡോമിനേറ്റ് ചെയ്യുക, ആ ഡോമിനേഷന് കീഴ്പ്പെടുക എന്നുള്ളതല്ല കീഴ്വഴക്കം. ഇറ്റ് ഈസ് നോട്ട്. 6, ഇറ്റ് ഈസ് നോട്ട് സൈലൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഞാൻ മിണ്ടാതങ്ങിരുന്നോളാം കേട്ടോ, മിണ്ടാതങ്ങിരിക്കാം, നോ, അത് കീഴ്വഴക്കമല്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫൈങ് അബ്യൂസ്. ഭർത്താവിന് അതുകൊണ്ട് ദേഹോപദ്രവം ചെയ്യാൻ, ഭാര്യയെ തെറ്റായ വിധത്തിൽ തൊടാൻ പോലും ഭർത്താവിന് അനുവാദമില്ല. കീഴടങ്ങുക അല്ലെ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തും പറയാം, എന്തും ചെയ്യാം, നോ. ഫിസിക്കൽ, മെന്റൽ, വെർബൽ അബ്യൂസ് അത് ഞാൻ അങ്ങ് സഹിച്ചോളാം എന്ന് പറയുന്നതല്ല കീഴ്വഴക്കം. മനസ്സിലായോ? 8, ഭയത്തിൽ വസിക്കുക എന്നുള്ളതല്ല കീഴ്വഴക്കം. അയ്യോ, ഞാൻ പേടിച്ചിരിക്കുക, അച്ഛൻ വരുമ്പോൾ പേടിച്ച് ജീവിതം മുഴുവൻ രാവും പകലും രാത്രിയും ഭയത്തിൽ. എത്രയോ പേരെ എനിക്കറിയാം, എത്രയോ പേര് ഭയത്തിൽ വസിക്കുന്ന. അത് കീഴ്വഴക്കമല്ല. 9, എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എൻ്റെ തനിമ അത് വേണ്ടെന്ന് വെക്കുക എന്നുള്ളതല്ല കീഴ്വഴക്കം. ദൈവം എന്നെ ഒരു പ്രത്യേക വിധത്തിൽ സൃഷ്ടിച്ചു. ഞാൻ ചിന്തിക്കുന്നതിനൊരു യുണീക്നെസ് ഉണ്ട്. ആ ആഗ്രഹങ്ങൾ, ആ സ്വയമേ ഉണ്ടാകുന്ന താല്പര്യങ്ങൾ, അഭിപ്രായങ്ങൾ അത് മാറ്റി വെക്കുക എന്നുള്ളതല്ല കീഴ്വഴക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കീഴ്വഴക്കം എന്ന് ചിന്തിക്കുമ്പോഴാണ് പൗലോസിനോട് ദേഷ്യം വരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ ഇതാണ് കീഴ്വഴക്കം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, പൗലോസ് എന്തൊരു മനുഷ്യനാ, പുള്ളി എവിടത്തെ ആളാണെന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഇതല്ല കീഴ്വഴക്കം. ദിസ് ഈസ് നോട്ട് സബ്മിഷൻ. അതുകൊണ്ട് ഇത് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഭർത്താവ് പോലും എന്നാൽ യു ഹാവ് ടു സബ്മിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. കീഴ്പ്പെട്ടിരിക്കണമെന്ന് 5 പ്രാവശ്യം പറയുന്ന ഭർത്താവിന് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. നീ കീഴടങ്ങിയിരിക്കണം. കാരണം എന്നാ, ഈ കീഴടക്കം എന്ന് പറയുന്നത് പറഞ്ഞ് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ സബ്മിഷൻ. അപ്പോൾ എന്ത് ബിബ്ലിക്കൽ സബ്മിഷൻ അല്ല എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ബിബ്ലിക്കൽ സബ്മിഷൻ എന്നുള്ളതാണ്. വാട്ട് ഈസ് ബിബ്ലിക്കൽ സബ്മിഷൻ? ഓക്കെ, 1, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ബിബ്ലിക്കൽ സബ്മിഷൻ ഈസ് റെസ്പെക്റ്റ്ഫുൾ സപ്പോർട്ട് ഓഫ് ഹർ ഹസ്ബൻഡ്. അതാണ് ഒന്നാമത്തെ. എന്താണ് ബിബ്ലിക്കൽ സബ്മിഷൻ? അതായത് എന്നെ ആ ഒരു റോളിനെ, എൻ്റെ ഭർത്താവിനെ ഉള്ളു തുറന്ന് റെസ്പെക്റ്റ്, ആദരിക്കുന്നതാണ് ബിബ്ലിക്കൽ സബ്മിഷൻ്റെ ഒന്നാമത്തെ കാര്യം. ഐ എം റെസ്പെക്റ്റിംഗ് ഹിസ് ലീഡർഷിപ്പ്. ഭാര്യമാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം, 1, നമ്പർ 1 പ്രയോറിറ്റി, ബാക്കി എല്ലാം സെക്കൻഡറി, നമ്പർ 1 റെസ്പെക്റ്റ്. റെസ്പെക്റ്റ് കൊടുക്കാത്തൊരു ഭർത്താവ് അവനൊന്നുമില്ലാതായിത്തീരും. അതുകൊണ്ടാണല്ലോ ചില പുരുഷന്മാരെ കുറിച്ച് പറയുന്നത്, അവന് നാട്ടിൽ പുലിയും വീട്ടിൽ എലിയാന്നൊക്കെ പറഞ്ഞ് കേട്ടുണ്ടോ? നാട്ടിൽ പുലിയും വീട്ടിൽ എലിയുക. അങ്ങനെ ഫീലിംഗ് കൊടുക്കുന്ന ഒരു ഭാര്യ ഈ ഭർത്താവിനെ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ ഉയർത്താൻ ഒക്കത്തില്ല. ഏറ്റവും ആവശ്യം ഒരു പുരുഷൻ, ദൈവം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ടാങ്ക് എംറ്റി ആകും ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം എടുത്തു കളഞ്ഞ. റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെ 0 ആക്കുകയാണ്. ആ മനുഷ്യനെ നമ്മൾ 0 ആക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത് ബിബ്ലിക്കൽ സബ്മിഷൻ ഈസ് റെസ്പെക്ട്ഫുൾ സപ്പോർട്ട് ഓഫ് യുവർ ഹസ്ബൻഡ്. അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. എന്നാലും ഈ മനുഷ്യനൊന്നും ചെയ്യത്തില്ലല്ലോ, എനിക്കറിയാം. ഈ മനുഷ്യനെ 2 സ്റ്റേറ്റ്മെന്റ് മതി.
ആ മനുഷ്യൻ ഏറ്റവും വലിയ കാര്യം സാധിച്ചായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരൊറ്റ സെന്റൻസിന്റെ മുമ്പിൽ അവൻ സീറോ ആയി. ആ ഒരൊറ്റ സെന്റൻസിന്റെ മുമ്പിൽ അവൻ സീറോ ആയി. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം റെസ്പെക്റ്റ് ആണ്. ഒന്ന് റെസ്പെക്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയേ, സൂപ്പർമാൻ ആക്കി കിട്ടും. മനസ്സിലായോ? ഹസ്ബൻഡ് സൂപ്പർമാൻ ആവും ഒന്ന് റെസ്പെക്റ്റ് കൊടുത്താൽ. അതാണ് ഭർത്താക്കന്മാർ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഷോയിങ് റെസ്പെക്ട് ഇസ് നോട്ട് ദ സെയിം ആസ് ഫീലിംഗ് റെസ്പെക്ട്. എനിക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളും തോന്നിയിട്ടല്ല കൊടുക്കേണ്ടത്. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുക. ശരിയാണ്, ഭർത്താക്കന്മാർ ആ നിലയിൽ ഉയരണം. അതല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് അടുത്ത സെഷനിലാണ്, അടുത്ത സെഷൻ. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഐ ഡോണ്ട് ഫീൽ ലൈക്ക്, നമ്മുടെ ഫീലിങ്സിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇത് ദൈവം പറഞ്ഞതുകൊണ്ട് നമ്മൾ പ്രമാണിക്കുന്നു. God is not asking the wife to judge if her husband is worthy of respect. ഈ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യാൻ കൊള്ളാമോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ചെയ്യാം. റെസ്പെക്ട് ചെയ്യണോ വേണ്ടോ ഞാൻ തീരുമാനിക്കാം. ഏതാ? അങ്ങനെ ചെയ്യാനും അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഭർത്താവായിരിക്കുന്ന കാലത്തോളം ആ മനുഷ്യനെ റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ കീഴ്വഴക്കത്തിൻ്റെ ഒന്നാമത്തെ. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ദിസ് ഇസ് എ വോളണ്ടറി ആൻഡ് ലവിങ് ആക്ട്. ഇത് സ്വയമേ ഉണ്ടാകുന്നതും സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സബ്മിഷൻ എന്ന് പറയുന്നത്. കീഴ്വഴക്കം എന്ന് പറയുന്നത് സ്വയമേ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ നിർബന്ധിച്ചതുകൊണ്ടോ യു ഹാവ് ടു സബ്മിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇത് വിൽഫുൾ ആണെങ്കിൽ ഒരു ഭർത്താവ് പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട കാര്യമേ അല്ലിത്. സ്വയമേ സന്തോഷത്തോടെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് സബ്മിഷൻ. 3, ഇറ്റ് ഈസ് എ ചോയ്സ് ടു ഫോളോ ഹിസ് ലീഡർഷിപ്പ്. ചോയ്സ്, അത് ഞാൻ തീരുമാനിക്കുക. ദൈവം എൻ്റെ മുകളിലാക്കി വെച്ചിരിക്കുന്ന മനുഷ്യനെ ഞാൻ സബ്മിറ്റ് ചെയ്യും എന്നുള്ളൊരു ചോയ്സ്, ഒരു തീരുമാനം ആണ്. എൻ്റെ ഭർത്താവിനെ ഞാൻ ആദരിക്കും. എൻ്റെ ഭർത്താവിൻ്റെ ഗൈഡൻസിനെ ഞാൻ മാനിക്കും. എൻ്റെ ഭർത്താവിന് ജ്ഞാനത്തോടെ നിൽക്കുമ്പോൾ ആ ജ്ഞാനത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ചോയ്സാണ് കീഴ്വഴക്കം. 4, ദൈവത്തിൻ്റെ ഡിസൈനെ മാനിക്കുന്നതാണ് കീഴ്വഴക്കം. ഐ എം ഓണറിങ് ഗോഡ്സ് ഡിസൈൻ. എനിക്ക് ചിലതൊക്കെ തോന്നുന്നുണ്ട്, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, ഞാൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ ഗോഡ്, ഐ ഓണർ യുവർ ഡിസൈൻ. കർത്താവെ, നീ ആക്കി വെച്ചിരിക്കുന്ന ഈ അധികാരത്തിന് കീഴ്പ്പെടുവാൻ ഞാൻ തയ്യാറാണ്. ഐ എം വില്ലിങ്. എന്താണ്? എൻ്റെ ലോജിക്കിൻ്റെ മുകളിൽ നിൻ്റെ ഡിസൈൻ. എപ്പോഴൊക്കെ നമ്മുടെ ലോജിക്ക് ദൈവത്തിൻ്റെ ഡിസൈനിൻ്റെ മുകളിൽ നമ്മൾ ആക്കി വെക്കുന്നു, അവിടെ ഡിസാസ്റ്ററാണ്. മനസ്സിലായോ? സോ അത് 1 കൊരിന്ത്യർ 11:3 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ നാഥനായ ഭർത്താവ്, ഹി ഈസ് ദ റോൾ ഓഫ് ഹെഡ്ഷിപ്പ് ഹാസ് ബീൻ ഗിവൺ ടു ദ ഹസ്ബൻഡ്. ആ റോളിനെ മാനിക്കുന്നു എന്ന് ഞാൻ ലോകത്തോടും ദൈവത്തോടും എൻ്റെ കുടുംബത്തോടും കാണിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഭർത്താവിന് ഞാൻ കീഴടങ്ങി ജീവിക്കുമ്പോൾ. വാട്ട് ഇസ് സബ്മിഷൻ? എൻകറേജിങ് സ്പിരിച്വൽ ഗ്രോത്ത്. ഭർത്താവിൻ്റെ ആത്മീയമായ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ആ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മനുഷ്യൻ ആത്മീയ തലവനാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആ ലെവലിലേക്ക് അവനെ ഉയർത്തുക എന്നുള്ളതാണ് കീഴ്വഴക്കത്തിൻ്റെ 6ാമത്തെ പ്രത്യേകത. പിന്നെ ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് ക്രൈസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ചർച്ച്. വളരെ വ്യക്തമായി കുടുംബം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു മുൻരുചിയാണെന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവും സഭയുമുള്ള ആ ഒരു വലിയ ബന്ധത്തെ ഏറ്റവും മനോഹരമായി അവിശ്വസിക്കുന്ന ലോകത്തോട് പറഞ്ഞറിയിക്കുന്ന ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം. കുടുംബജീവിതം, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം, ഈ ലോകത്തോട് പറയാവുന്ന ഏറ്റവും വലിയ സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ പോർട്രേറ്റാണ്. എന്താണ്? ഭർത്താവ് ഭാര്യയെ ക്രിസ്തു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുകയും ഭാര്യ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ കീഴ്പ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇത് വലിയൊരു മാതൃകയാണ്. അപ്പോൾ ഞാൻ ആ മോഡലിനെ ലോകത്തിൻ്റെ മുമ്പിൽ വരച്ച് കാട്ടുന്ന ഒരു വലിയ സമ്പ്രദായമാണ് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ഇരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇറ്റ് ഈസ് ജോയ്ഫുൾ ആൻഡ് ഇറ്റ് ഈസ് വില്ലിങ്. ഇറ്റ് ഈസ് ജോയ്ഫുൾ ആൻഡ് സന്തോഷത്തോടും സ്വന്തം മനസ്സോടും ചെയ്യുന്നതാണ്
കീഴ്പ്പെടുക. ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം അല്ല. സോ വാട്ട് ഈസ് ബിബ്ലിക്കൽ സബ്മിഷൻ ഉള്ളത് നമുക്ക് മനസ്സിലായി. ഇനിയുള്ള ചോദ്യം, ഈ ചോദ്യമാണ് പലരും എന്നോട് ചോദിക്കുന്നത്. ഓക്കെ, എന്ത് കീഴ്വഴക്കം എന്തല്ല എന്നുള്ളത് കണ്ടു. ബിബ്ലിക്കൽ സബ്മിഷൻ, അതായത് ദൈവ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എന്താണ് കീഴ്വഴക്കം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനിയുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സ്ലൈഡ് അങ്ങ് ഇടാൻ തീരുമാനിച്ചു. എന്തുവാ? അഥവാ എൻ്റെ ഭർത്താവ് ഈ പറയുന്ന കീഴ്വഴക്കത്തിന് യോഗ്യമല്ല എന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പലരും വന്ന് ചോദിക്കാം. ഹി ഈസ് നോട്ട് വേർതി ഓഫ് മൈ റെസ്പെക്ട്, ഹി ഈസ് നോട്ട് വേർതി ഓഫ് മീ സബ്മിറ്റിംഗ് ടു ഹിം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. ഓക്കെ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാൻ പോകുന്നത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ 1 പത്രോസ് 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. കാരണം ഇതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു വേദഭാഗമാണ്. ഇതാണ് ചോദ്യവും ഇതാണ് ഉത്തരവും. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവിന് കർത്താവുമായി ബന്ധമില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ആ സ്പിരിച്വൽ ലീഡർഷിപ്പിൻ്റെ ആ ലെവലിലേക്ക് വളർന്നിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഈ ഒരു ലെവൽ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെ എനിക്ക് ഒരിക്കലും മാനിക്കാൻ ഒക്കുന്നതല്ല എന്ന് പറയുമ്പോൾ എന്താണ് ദൈവവചനം നമ്മളോട് പറയുന്നത്? അത് നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 3:1 മുതൽ 5. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അത് തന്നെയാണല്ലോ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. അപ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റിൽ പത്രോസ്, ഇത് പൗലോസ് അല്ല കേട്ടോ, പത്രോസ് ഇതേ വിഷയം പറയുകയാണ്. എന്താണ് പറയുന്നത്? ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി. ഓക്കെ, കീഴടങ്ങണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഭർത്താവ് വചനം അനുസരിച്ച് നടക്കുന്ന മനുഷ്യനല്ല. ഓക്കെ, പത്രോസിനോട് അവർ ചോദിച്ചു, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭർത്താവിനെ നോക്കി ഈ മനുഷ്യനെ എന്തിനു കൊള്ളാമെന്ന് പറയുന്നതിൻ്റെ പകരം നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കിയിട്ട് തന്നെ പറയണം. എന്താണ്? നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ നിങ്ങളുടെ നടപ്പ് കണ്ട് ഭർത്താക്കന്മാർ ചേർന്ന് വരുവാൻ ഇടയാകും. പറഞ്ഞത് മനസ്സിലായോ? എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത് ചെയ്യേണ്ടത് റെസ്പെക്ട് ദം എനിവേ. ഇത് എൻ്റെ പുരുഷനാണെന്നും ഇത് ദൈവം എൻ്റെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്ന ആളാണെന്നും മനസ്സിലാക്കി യു റെസ്പെക്ട് ദം എനിവേ. 2, ഈ മനുഷ്യനെ നോക്കി അദ്ദേഹത്തെ ശപിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം യു ലിവ് ഫോർ ജീസസ്. കർത്താവിന് വേണ്ടി നിങ്ങൾ അങ്ങ് ജീവിക്കുക, കർത്താവിനെ നിങ്ങൾ അങ്ങ് സ്നേഹിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നടപ്പ് എങ്ങനത്തെ നടപ്പാണ്? നിർമ്മലമായ നടപ്പ്. യു ഹാവ് എ പ്യുവർ വാക്ക്. അവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ 5 ദിവസമായിട്ട് ബൈബിൾ വായിക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്ന് വിചാരിക്കുക. രാവിലെ എഴുതി കറങ്ങി, ഞാൻ ബിസിനസ്സും പരിപാടിയായിട്ട് നടക്കുക. ആ സമയത്ത് എൻ്റെ ഭാര്യ ഇന്നും ബൈബിൾ വായിച്ചില്ല കേട്ടോ, ഇങ്ങനെ നടന്നോ എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തുണ്ടാകുന്ന ദേഷ്യമുണ്ടല്ലോ, എന്ത് വലുതാ! അതിൻ്റെ പകരം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ഭാര്യ വേദപുസ്തകത്തിന് മുമ്പ് നിൽക്കുക. എങ്ങനെയുണ്ട്? ഉടനെ ഞാൻ വേദപുസ്തകം എടുക്കത്തില്ലായിരിക്കും, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഞാനും എടുക്കും പുസ്തകം, അല്ലേ? അതാണ് ഈയിടെ ഞാൻ ഒരു കർത്താവിനെ അറിയാത്ത ഒരു ഭർത്താവും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും 2-3 വർഷമായിട്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് കൗൺസിൽ ചെയ്യുകയൊക്കെ ചെയ്യും. ഈ ഭർത്താവ് അടുക്കത്തില്ല, മീറ്റിങ്ങിന് വരത്തില്ല, ബൈബിള് വായിക്കത്തില്ല, എന്ത് ചെയ്താലും ബൈബിള് വായിക്കത്തില്ല. ഭയങ്കര വിഷമം. ഈ കൊച്ചിനാണെങ്കിൽ കരയാനേ നേരമുള്ളൂ, ഭയങ്കര സങ്കടം. കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് പറയാ, ഞാൻ ബൈബിൾ വെച്ച സ്ഥലത്തല്ല ബൈബിൾ ഇരുന്നത്. രാവിലെ നോക്കിയപ്പോൾ ഞാൻ ബൈബിൾ വെച്ച സ്ഥലത്തല്ല ബൈബിൾ ഇരിക്കുന്നത്. കാരണം പുള്ളിക്കാരിക്ക് അറിയാം എവിടെ ബൈബിൾ വെക്കുന്നതെന്ന്. രാത്രിയായപ്പോൾ ചോദിച്ചു, എൻ്റെ ബൈബിൾ എടുത്തോ? പറഞ്ഞു, ഞാൻ ബൈബിൾ എടുത്തു, ഞാൻ വായിച്ചു. 2 വർഷം രാവിലെ തൊട്ട് ബൈബിൾ വായിക്കുന്ന ഭാര്യയുടെ നടപ്പ് നിർമ്മലമായപ്പോൾ, പറഞ്ഞു മനസ്സിലായോ? എന്താണ് പത്രോസ് പറയുന്നത്? അവർ ചേർന്ന് വരുവാൻ ഇടയാകും. അല്ലാതെ രാവിലെ എഴുന്നിട്ട് ഈ മനുഷ്യന് എന്തിനു കൊള്ളാം, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. 2 പ്രാവശ്യം പറ, അവൻ്റെ ഉള്ള ആഗ്രഹം കൂടെ പോയി കിട്ടും.
ഉള്ള ആഗ്രഹം കൂടെ പറഞ്ഞു പോയി കിട്ടും. യു റെസ്പെക്ട് ഹിം എനിവേ. ദൈവം ആക്കി വെച്ചിരിക്കാന്ന് വിചാരിച്ചാൽ അവനെ റെസ്പെക്ട് ചെയ്യും. ഡോണ്ട് പുട്ട് യുവർ സെൽഫ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ഉപദേശിയാകാൻ പോകരുത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാ, ഭാര്യമാരെ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ പറയുന്ന എല്ലാം കറക്റ്റാണ്. നിങ്ങൾ കർത്താവിനെ അറിയുന്നു, കർത്താവിനെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ആ ലെവലിലല്ല നിങ്ങളുടെ ഭർത്താവ്. നിങ്ങൾ പറയുന്ന കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ പുള്ളിയുടെ ഉപദേശിയാകാൻ പോകരുത്. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് അത് കണ്ട് അവർ ചേർന്ന് വരുവാൻ ഇടയാകും. പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എന്താ പറയുന്നറിയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അലങ്കാരം പിടിപ്പിക്കാൻ ഒത്തിരി പ്രയാസപ്പെടരുത്. അപ്പം ഭാര്യമാർ ചിന്തിക്കും, നമ്മുടെ അലങ്കാരം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഭാര്യമാരൊക്കെ നിങ്ങളെ തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് നടക്കണം. ഭർത്താക്കന്മാരും നിങ്ങളെ ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങളെ കൊണ്ട് നടക്കണം. അതിനെതിരെ അല്ല ഇവിടെ വേദപുസ്തകം പറയുന്നത്. അത് ഉത്തമഗീതവും അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭാര്യമാരെക്കുറിച്ചും ഭർത്താക്കന്മാരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അവർ വളരെ പ്രോപ്പർ ഡ്രസ്ഡ് ആയിരിക്കണം. അതല്ല അവിടെ പറയുന്നത്. പക്ഷെങ്കിൽ നിങ്ങളുടെ ബാഹ്യമായ അലങ്കാരത്തെക്കാട്ടിലും കൂടുതൽ എന്താ അവിടെ പറയുന്നതെന്നറിയാമോ? സൗമ്യതയും സമാധാനവുമുള്ള അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ, ദ ഡീപ് പേഴ്സൺ ദാറ്റ് യു ആർ. ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയിൽ അട്രാക്റ്റീവായി നാം കാണുന്ന എന്തുവാ? ഏറ്റവും കൂടുതൽ അവരുടെ ഡീപ് പേഴ്സൺ എന്ന് പറഞ്ഞ് അലങ്കരിക്കരുതെന്നോ നന്നായിട്ട് നടക്കരുതോ എന്നോ അല്ല പറയുന്നത്. പക്ഷെ ആ ബാഹ്യമായ അലങ്കാരത്തെക്കാട്ടിലും എത്രയോ മനോഹരമായ ആണ് സൗമ്യതയുള്ള ഒരു ഹൃദയം, അല്ലേ? സമാധാനമുള്ള ഹൃദയം, ഡീപ് പേഴ്സൺ. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ 80 വയസ്സായാലും വളരെ സുന്ദരിയായിട്ട് തന്നെ ഭർത്താവിനിരിക്കും. അതിന്റെ കാരണം എന്നാ? ബാഹ്യമായതല്ല, ഇങ്ങനെ ചുളുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വലിച്ചു നീട്ടേണ്ട കാര്യമൊന്നുമില്ല. അകത്തെ ഡീപ് പേഴ്സണാലിറ്റി ഈസ് അട്രാക്റ്റീവ് എനഫ്. അതാണ് പത്രോസ് പറയുന്നത്. എന്താണ്? നിങ്ങളുടെ ആ സൗമ്യത, നിങ്ങൾ അവിടെ കിടന്ന് ബഹളം വെക്കാതെ, നിങ്ങളുടെ ആ സമാധാനം, ആ ഇന്നർ ബ്യൂട്ടി കാണുമ്പോൾ അവര് വന്നോളും. എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ തരാം. എത്രയോ ഉദാഹരണങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്ന് മുഴുവൻ പറഞ്ഞാൽ ആ ഉദാഹരണങ്ങൾ തീരത്തില്ല. യാതൊരു ഗുണവുമില്ലാത്ത മദ്യപാനികളെ അവരുടെ സൗമ്യത കൊണ്ടും അവരുടെ ഭയഭക്തി കൊണ്ടും അവരുടെ നിർമ്മലത കൊണ്ടും ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഭർത്താക്കന്മാർ ഞാൻ കാണിച്ചുതരാം. ഐ വിൽ ഷോ യു. അതുകൊണ്ട് വേദപുസ്തകം പറയുമ്പോൾ പ്രിയമുള്ളവരെ ചുമ്മാ പറയുന്ന കാര്യമല്ല. ദിസ് ഇസ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്. അതുകൊണ്ടാണല്ലോ അത് ദൈവവചനം ആണ്. അപ്പോൾ ഡോണ്ട് ബി എൻ ഇൻസ്ട്രക്ടർ, ലെറ്റ് യുവർ ലൈഫ് സ്പീക്ക് ടു. നിങ്ങളുടെ ജീവിതം അവരോട് സംസാരിക്കട്ടെ. എളുപ്പമാണെന്ന് പറയുന്നില്ല, വളരെ പ്രയാസമാണിത്. ഈ വേദപുസ്തകത്തിൽ പറയുന്നതെല്ലാം കേൾക്കാൻ വളരെ പ്രയാസമാണ്. അത് വേറെ കാര്യം. ഉള്ള പോലെ പറയണം. അതുകൊണ്ടാണ് ഇത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി എന്ന് പറയുന്നത്. ലോകം തരുന്ന അഡ്വൈസ് അല്ല, നേരെ വിപരീതമായിട്ടുള്ള അഡ്വൈസാണ്. നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കാണുമ്പോൾ അവരും ചേർന്ന് വരും. അപ്പോൾ എൻ്റെ ഭർത്താവ് ഞാൻ കീഴ്പ്പെട്ട് നിൽക്കാൻ യോഗ്യതയുള്ള മനുഷ്യനല്ല എന്ന് ആരെങ്കിലും എന്നോട് പറയുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് വേദപുസ്തകം തന്നെ നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ തരുന്നു. ആട്ടെ, ഇതോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതുകൊണ്ട് എന്താണ് ഭാര്യയുടെ റോൾ ജനറലി? ഓക്കെ, ഇത് നമ്മൾ ഒരിക്കലും കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കണം എന്നല്ല പറയുന്നത്. ബട്ട് വാട്ട് ഷുഡ് ബി ദ ജനറൽ റോൾ ഓഫ് ദ വൈഫ്? അതോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 6 വരെ ഉള്ളത്. വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് പെടാത്തവരുമായിരിക്കണം എന്ന് ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് അതുകൊണ്ട് ഒരു ഭാര്യയുടെ ലൈഫിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? കേട്ടോ, ഇതിങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തും കോമയും നോക്കാനല്ല, പക്ഷെ എന്തായിരിക്കണം പ്രയോറിറ്റി? ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്നത് യു ഹാവ് എ ഡിവൈൻലി അസൈൻ ജോബ്. എന്തുവാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? യു ഹാവ് വർക്കേഴ്സ് അറ്റ് ഹോം. നിങ്ങൾക്ക് ഭാര്യമാർക്ക് ഏറ്റവും വലിയ ഒരു ഡിവൈൻ അസൈൻമെന്റ് ഉണ്ട്. എന്താണ്? ഭവനത്തെ
ഭവനമാക്കി ഉണ്ടാക്കുക, ഒരു വീടിനെ ഭവനമാക്കി മാറ്റുക എന്നുള്ളത്. ഇത്രയും വലിയൊരു അസൈൻമെന്റ് വേറെ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയില്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഈ ലിയായും റേച്ചലിനെ കുറിച്ച് പറയുന്നത്. അവരല്ലയോ ഇസ്രായേൽ ഗ്രഹം പണിതത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ വാക്യം? ഇസ്രായേൽ ഗ്രഹത്തെ ആരാ പണിതത്? ലിയായും റേച്ചലും. അതിന്റെ കാരണം എന്നാ? ഈ വീടിനെ ഭവനമാക്കണമെങ്കിൽ ഭാര്യമാരുടെ ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. മനസ്സിലായോ? എത്ര വലിയ പുള്ളിയാ ഇതാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭവനത്തെ ഇഫ് എ ഹൗസ് നീഡ്സ് ടു ബിക്കം എ ഹോം, ദ വൈഫ് ഹാസ് ടു ടേക്ക് ദി ഇനിഷ്യേറ്റീവ്. അല്ലെങ്കിൽ അത് മനോഹരമാകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2, അവിടെ എഴുതിയിരിക്കുന്നവരുണ്ട്, നിങ്ങൾ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ യു ഹാവ് എ ഡിവൈൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹസ്ബൻഡ്, ടേക്കിംഗ് കെയർ ഓഫ് യുവർ ചിൽഡ്രൻ. ഒരു ഡിവൈൻ റെസ്പോൺസിബിലിറ്റിയാണ്. യുവർ പ്രയോറിറ്റി ഷുഡ് ബി ഇൻസൈഡ് അബവ് ദി ഔട്ട്സൈഡ്. എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ജോലി ചെയ്യുന്നതല്ല പറയുന്നത്, പക്ഷെങ്കിൽ പ്രയോറിറ്റി ഷുഡ് ബി ഇൻസൈഡ്. ദാറ്റ്സ് ഡിവൈൻലി അസൈൻഡ്, നോട്ട് ഔട്ട്സൈഡ്. പിന്നെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിയോ? വൃദ്ധന്മാർ, അവർ പറയുന്നത് യങ്ങർ മംസ്, നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളും ചെറുപ്പമാണ്. അവരെ കർത്താവിൻ്റെ വഴിയിൽ വളർത്തുക എന്നുള്ളത് ഭർത്താവിൻ്റെയും ചുമതല അല്ലെന്നല്ല പറയുന്നത്. സ്പിരിച്വൽ ലീഡർ എന്നും ഭർത്താവാണ്. പക്ഷെങ്കിൽ ഭാര്യമാർക്ക് അതിന് അമ്മമാർക്ക് വലിയൊരു ദൗത്യമുണ്ട്. സ്പെൻഡിങ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ യങ് ചിൽഡ്രൻ. ആ സമയത്ത് ഒരു പക്ഷെങ്കിൽ ജോലിയിൽ ഒരു ചെറിയ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെങ്കിൽ, അത് സമ്മതിക്കുവാണെങ്കിൽ, ഇപ്പം എല്ലാവരുടെയും സാഹചര്യങ്ങൾ അങ്ങനെ ആകണമെന്നില്ല. യു ഹാവ് ടു ഡു ദാറ്റ്. ഇപ്പം അത് പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല. കാരണം ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റാണ്. നമുക്കിങ്ങനെ പ്രിസ്ക്രിപ്റ്റീവ് ആകാനൊക്കത്തില്ല. പക്ഷെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാട്ട് എവർ യു ഹാവ് ടു ഡു. അതിലെന്തൊക്കെ ചെയ്യാമോ നമ്മുടെ പരിമിതികൾക്കകത്ത്. നമ്മൾ ഈ പാപത്തിൽ വീണ് കിടക്കുന്ന ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനൊക്കത്തില്ല. നമുക്കറിയാമല്ലോ, നമുക്കൊന്നും പെർഫെക്റ്റ് സിറ്റുവേഷൻ കിട്ടത്തില്ല. അതും ശരിയാക്കി ഇതും ശരിയാക്കി ഒക്കത്തില്ല. എന്നാൽ നമുക്കാവുന്ന ലെവലിൽ നമ്മുടെ പ്രയോറിറ്റി മസ്റ്റ് ബി യങ് ചിൽഡ്രൻ. പിന്നെ എന്താണ് വൃദ്ധന്മാരെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങൾ കൗൺസിൽ ചെയ്യണം. ആരെയാ കൗൺസിൽ ചെയ്യേണ്ടത്? നിങ്ങളുടെ യങ്ങർ വിമൻ, അതായത് ഇളയ സഹോദരികളെ നിങ്ങൾ കൗൺസിൽ ചെയ്യണം. എന്താണ് നിങ്ങൾ അവരോട് പറയേണ്ടത്? നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണമെന്നും കുഞ്ഞുങ്ങളെ നോക്കണമെന്നും നിങ്ങൾ ഓർമ്മിപ്പിക്കണം. നിങ്ങൾ പലതിൻ്റെയും പുറകിൽ ഓടരുത്. ഓടുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അമ്മമാർ പറയണം. എന്താണ് പറയേണ്ടത്? കുഞ്ഞേ, നിങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളെ നോക്കിയത് എന്ന് പറഞ്ഞ് ആ കൗൺസിൽ കൊടുക്കണം. ഇത് ഓൾഡർ വിമനെ പറ്റത്തുള്ളത്, പുരുഷന്മാർക്ക് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, യുണീക്ക് മിനിസ്ട്രിയാണ് ദൈവം തന്നിരിക്കുന്നത്. ഗോഡ് ഡസൻ പ്രൊഹിബിറ്റ്. ജോലി ചെയ്യരുതെന്ന് ഒരിക്കലും ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. അക്കിലാസും പ്രസിലയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭർത്താവിനോട് കൂടെ ജോലി ചെയ്ത സ്ത്രീ. എന്നാൽ ചിലപ്പോൾ നമ്മൾ പറയും ഭാര്യയും കൂടെ ജോലി ചെയ്താലേ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനോ. എൻ്റെ ചോദ്യം, ആ ലൈഫ് സ്റ്റൈൽ വേണോ? ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒന്ന് കുറച്ച് ജീവിക്കാൻ പറ്റുമോ? നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളും ദൈവവും തമ്മിലുള്ള തീരുമാനമാണ്. പക്ഷെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ഇത് വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ ഒരു കാര്യം നേടുന്നതിന് മുമ്പിൽ നമ്മളൊന്ന് ആലോചിക്കണം. കാരണം ദൈവം എന്നെക്കുറിച്ചും പ്രത്യേകിച്ച് ഭാര്യമാരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില പ്രയോറിറ്റീസ് നമ്മളത് ഏറ്റെടുത്ത് ചെയ്യണം. ഒരുപക്ഷെ വേറെ ആരും അത് ചെയ്യും എന്ന് വരികയില്ല. സോ ദാറ്റ് ഈസ് ദ റോൾ ഓഫ് എ വൈഫ്. പ്രോവേർബ്സ് 31 അല്ലേ? പ്രോവേർബ്സ് 31, ഒരു സ്ത്രീ ഏതൊക്കെ വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഏതൊക്കെ വിധത്തിൽ, അതിരാവിലെ എഴുന്നേൽക്കുന്ന കാര്യവും ഭർത്താവിനെ നോക്കുന്ന കാര്യവും കുഞ്ഞുങ്ങൾ അവളെ അനുഗ്രഹിക്കപ്പെട്ടോളെന്ന് വിളിക്കപ്പെടുന്ന കാര്യം, അതല്ല അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു ഹോളിസ്റ്റിക് വുമൺ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അവിടെ പ്രയോറിറ്റി കാണും. ജോലി ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല, ജോലി ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. സാമർഥ്യമുള്ള ഭാര്യ എവിടെ കിട്ടും എന്നൊക്കെ, എത്ര വിലയേറിയതാന്ന് ഒക്കെ അങ്ങനെല്ലാം പറഞ്ഞ്. പക്ഷെ നമുക്ക് ഒരു പ്രയോറിറ്റി ഉണ്ട്. വിമൻ, യു ഹാവ് എ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി റോള് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും പ്ലേ ചെയ്യാനൊക്കത്തില്ല. ഇറ്റ് ഈസ് ഡിവൈൻലി അസൈൻഡ്. ആ അസൈൻമെൻറ്റ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 3-4 കാര്യങ്ങൾ. ഒന്ന്, എന്ത് കീഴ്വഴക്കമല്ല എന്നുള്ളത്, വാട്ട് സബ്മിഷൻ ഇസ് നോട്ട് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ കണ്ടു. 2, എന്താണ് കീഴ്വഴക്കം എന്നുള്ളത് നിങ്ങൾ കണ്ടു. അഥവാ ദൈവത്തിൻ്റെ വചനത്തിനെ സ്നേഹിക്കാത്ത ആൾ, അല്ലെങ്കിൽ എൻ്റെ കീഴ്വഴക്കത്തിന് യോഗ്യമല്ലാത്തൊരു ഭർത്താവ് എനിക്കുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഭാര്യ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ അവസാനമായി നമ്മൾ കണ്ടു പ്രയോറിറ്റീസ് ആൻഡ് റോൾ
ഓഫ് എ വൈഫ്. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ എന്തായിരിക്കണം പ്രയോറിറ്റി, എന്തായിരിക്കണം റോൾ എന്നുള്ളത് നമ്മൾ കണ്ടു. അവസാനമായി നമ്മുടെ മാതൃകയെക്കുറിച്ച് ഒന്ന് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിന് 5 മുതൽ 8 വരെ. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീരുന്നു. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ഇതാണ് സബ്മിഷൻ. ഇക്വാളിറ്റിയുടെ കാര്യമല്ല. ഹി വാസ് ഈക്വൽ ടു ഗോഡ്, അല്ലേ? ദൈവത്തോടുള്ള സമത്വം ഉണ്ടായിരുന്നു, പക്ഷെ ആ സമത്വം മുറുകെ പിടിച്ചില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭാര്യമാർ, ഈ കോണ്ടെക്സ്റ്റിൽ ഭാര്യമാരെന്താണ്? ഭർത്താക്കന്മാരും നിങ്ങൾ സമമാണ്. യു ആർ നോട്ട് ലെസ്. നിങ്ങൾ സമമാണ്. പക്ഷെ ആ സമത്വം മുറുകെ പിടിക്കാതെ ദൈവം തന്നിരിക്കുന്ന ഓർഡറിലേക്ക് വീഴുവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ കീഴ്പ്പെട്ടിരിക്കേണ്ടത്? അതിലൊന്നാമത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം, ആദരിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവ് ആത്മീയമായ ആ തലവനായ ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യരുത്. ഞാൻ നല്ല നിർമ്മലമായി ഞാൻ നടക്കണം. എൻ്റെ നടപ്പ് കണ്ട് അവർ കർത്താവിനോട് ഒരു പടിയും കൂടെ ചേരണം. അപ്പോൾ ക്രിസ്തു എന്ന മാതൃക. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കീഴ്പ്പെടാനൊക്കെ പ്രയാസമുള്ളപ്പോൾ ക്രിസ്തുവിനെ നോക്കുക. ലുക്ക് അറ്റ് ജീസസ്. സമത്വം മുറുകെ പിടിക്കാതെ മരണത്തോളം അവൻ അനുസരണം ഉള്ളവനായി തീർന്നു. ഓക്കെ, അവിടെ നമ്മുടെ ഭാര്യമാർ, 3 വാക്യം കൊണ്ട് നമ്മുടെ ഭാര്യമാരുടെ ഫോക്കസ് കഴിഞ്ഞു. അതുകൊണ്ട് ഭർത്താക്കന്മാർ ഒരുപാട് ചിരിക്കണ്ട. അടുത്ത ആഴ്ച നമ്മൾ കൂടുമ്പോൾ ഇതിനെക്കാട്ടും ഡബിൾ ഡോസാണ് പൗലോസ് കൊടുത്തിരിക്കുന്നത്. ഭാര്യമാർക്ക് 3 വാക്യമാണെങ്കിൽ ഭർത്താക്കന്മാർ 6 വാക്യമുണ്ട്. അപ്പം നമ്മുടെ മേലുള്ള ചുമതല എന്തുമാത്രമാണെന്നുള്ളത് മനസ്സിലാക്കാം. അത് നമുക്ക് അടുത്ത ആഴ്ച ഒരുമിച്ച് നമുക്ക് നോക്കാം. പ്രഷർ നമ്മുടെ മേലാണ്, അവരുടെ മേലല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്നാൽ ഇന്ന് നമ്മൾ ഭാര്യമാരെ ഫോക്കസ് ചെയ്യുന്നു. അതുകൊണ്ട് ഭാര്യമാർ, നിങ്ങൾക്കുള്ള ലെസൺസ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റെടുക്കുക. കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുക. കീഴ്പ്പെടാനൊക്കെ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിർമ്മലമായ ജീവിതം കൊണ്ട് ഭർത്താക്കന്മാരെ നേടുവാൻ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം. കർത്താവ്, ഇന്ന് ഞങ്ങളെ നിന്റെ വചനത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും എത്ര ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് വേദപുസ്തകം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. കർത്താവെ, ആത്മീയമായ വലിയ കാഴ്ചപ്പാടുകൾ പൗലോസ് പറയുന്ന കൂട്ടത്തിൽ തന്നെ അവസാനം കുടുംബത്തിലേക്ക് ആത്മനിറവിൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഉദ്ദേശം കർത്താവ് കുടുംബത്തെ എത്ര വിലയേറിയതായി കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ കാണുവാനും കർത്താവെ, ഞങ്ങൾ ആയിരിക്കേണ്ടതുപോലെ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന ആ മോഡൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന ഓർഡർ കുടുംബജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ദൗത്യം വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുവാൻ കർത്താവെ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അഥവാ കർത്താവിനെ അറിയാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ഒരു പേജിലല്ല, അവർ ഒരേ കാര്യത്തിൽ ഒരുമിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം അവർക്കില്ല. എന്നാൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു, നിർമ്മലമായ ജീവിതം കൊണ്ട് ഭർത്താക്കന്മാരെ നേടിയെടുക്കുവാൻ സൗമ്യതയുള്ള ആത്മാവിനാൽ കർത്താവെ അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. കുടുംബം അങ്ങ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അത് ഏറ്റവും മനോഹരമായി കാത്തു സൂക്ഷിപ്പാനും അങ്ങനെ ജീവിപ്പാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.